അക്ഷരങ്ങളിൽ എന്റെ നാട് ഏഴാമതൂഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ഏഴാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പമെത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ PK. ബാലസാഹിത്യ കൃതികളുടെ കർത്താവായി സാഹിത്യത്തിൽ രംഗപ്രവേശം നടത്തിയ P. നരേന്ദ്രനാഥിൻ്റെ കൃതികൾ ഒരേ സമയം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ സ്വീകാര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ നോവലുകളും കഥകളും നാടകങ്ങളുമൊക്കെ കുട്ടികൾ എന്നതുപോലെ തന്നെ മുതിർന്നവരും ഏറെ ശ്രദ്ധയോടെയും താല്പര്യത്തോടെയുമാണ് വായിക്കാറ്. മുത്തശ്ശിയിൽ നിന്ന് പകുത്തു കിട്ടിയതാണ് തൻ്റെ സാഹിത്യവാസനയെന്ന് പറഞ്ഞു വയ്ക്കുന്ന എഴുത്തുകാരൻ തൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ പറയുന്നിടത്ത് സ്വരം ഇടറിപ്പോവാറുണ്ട്. സാമ്പത്തിക പ്രയാസങ്ങൾ പാതി വഴിയിൽ മുടക്കിയ വിദ്യാഭ്യാസത്തെക്കുറിച്ചും വീട്ടിലെ പ്രയാസങ്ങളെക്കുറിച്ചുമൊക്കെ പറയുന്നിടത്ത് കണ്ണുനീരിൻ്റെ അംശമുണ്ടാവുക സ്വാഭാവികം. 19-ാം വയസ്സിൽ ഗുമസ്തനായി ജോലിക്ക് കയറിയ ഈ പാലക്കാടൻ പയ്യൻ പിന്നീട് ഇച്ഛാശക്തിയും പരിശ്രമവും ചേർത്തുവെച്ച് കൊമേഴ്സിലും ധനതത്വശാസ്ത്രത്തിലും ബിരുദങ്ങൾ നേടി ബാങ്കിൽ ജീവനക്കാരനായി മാറി. പഠിച്ചു നേടിയ ജോലി തൻ്റെ പ്രതികൂല ബാല്യങ്ങളോടുള്ള പ്രതികാരമെന്ന് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. നാട്ടിൻപുറത്തെ ജീവിത സാഹചര്യങ്ങളെ നർമ്മവും ചിന്തയും കലർത്തി അവതരിപ്പിക്കുന്ന എഴുത്തുകാരൻ കൃതികളിലൂടെയും വരികൾക്കിടയിലൂടെയുമൊക്കെ തൻ്റെ സങ്കടങ്ങൾ ഇടയ്ക്കിടെ പറഞ്ഞു വയ്ക്കാറുണ്ട്. ഏത് പ്രതികൂല ജീവിതസന്ധികളിലും ഉലയാതെ പരിതാപം പറയാതെ പരിശ്രമത്താൽ അവയെ അതിജീവിക്കാനാകുമെന്ന് പ്രവൃത്തിയാൽ തെളിയിച്ച എഴുത്തുകാരന് കഥ പറയാൻ വേറിട്ട ഒരു ശൈലി തന്നെയുണ്ട്. കുട്ടി മനസ്സുകളിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലാനും അവരെ ഒന്ന് തലോടാനും കഴിയുന്ന വാക്കുകളും സന്ദർഭങ്ങളും ഇദ്ദേഹം ഓരോ കൃതികളിലും ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ എഴുതിയ എല്ലാ കൃതികളും ഇരുകൈകളും നീട്ടിയാണ് വായനക്കാർ ഏറ്റെടുത്തത്. കുട്ടികളുടെ ഭാവനയെ ഉണർത്തുന്നതിനൊപ്പം അവരിൽ നന്മയുടെയും സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും കരുണയുടെയും ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഓരോ കൃതികളിലും ചില മാന്ത്രിക വിദ്യകൾ ചേർത്ത് വയ്ക്കാറുണ്ട് ഈ പാലക്കാട്ടുകാരൻ. കേരള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിരവധി പുരസ്കാരങ്ങൾ തൻ്റെ കൃതികൾക്കോരോന്നിനും നേടാനായതും ഇതിനാൽ തന്നെയാണ്. കുസൃതി ചിന്തകളും തമാശകളുമൊക്കെ ആവോളം കൊണ്ടു നടക്കുന്ന കൊച്ചു നീലാണ്ടനെക്കുറിച്ച് നമ്മോട് പറയാനെത്തിയിരിക്കുന്നത് ഒരു കൊച്ചുമിടുക്കിയാണ്. പടിഞ്ഞാറത്തറ AUP സ്കൂളിലെ 5-ാം ക്ലാസ്സുകാരി തൻവി P. രാജേഷ് സംസ്കാര ലൈബ്രറി പടിഞ്ഞാറത്തറയിലെ ബാലവേദിയുടെ സെക്രട്ടറിയാണ്. വായന ഇഷ്ടവിനോദമെന്ന് പറഞ്ഞു വയ്ക്കുന്ന ഈ കുട്ടിക്കുറുമ്പി നിരവധി വായനാ മത്സരങ്ങളിലും ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ മേളയിലും വിദ്യാരംഗം കലാവേദിയുടെ കവിതാരചനാ മത്സരങ്ങളിലും വിജയിയായിട്ടുണ്ട്. റേഡിയോ ആർട്ടിസ്റ്റായ രാജേഷിൻ്റെയും റേഡിയോ മാറ്റുലിയിലെ പ്രോഗ്രാം പ്രൊഡ്യൂസറും RJയുമായ പ്രജുഷയുടെയും മകളായ തൻവിയുടെ വാക്കുകളിലൂടെ കൊച്ചു നീലാണ്ടനിലേക്ക് നമുക്കൊന്ന് പോയാലോ? എങ്കിൽ വരൂ, നമുക്ക് തൻവിയെ കേൾക്കാം. നമസ്കാരം. കൊച്ചു നീലാണ്ടാ, അമ്മ അടുക്കളയിൽ നിന്നും വിളിക്കും. അവൻ വിളി കേൾക്കില്ല. മുറ്റത്തെ അമ്പഴമരത്തിന്റെ തുമ്പത്തിരുന്ന് അവൻ ഉറക്കെ ചിരിക്കും. അമ്മ മുറ്റത്തേക്കോടി വരും, കയ്യിലൊരു മരക്കയിലും പിടിച്ച്. അതവന്റെ നേരെ ഉയർത്തി കാണിച്ചുകൊണ്ട് അമ്മ കലിതുള്ളും. എടാ തെമ്മാടി, താഴെ ഇറങ്ങ്. മരത്തിന്റെ മുകളിൽ കയറരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ? താഴെ ഇറങ്ങാനാണ് പറഞ്ഞത്. കൊച്ചു നീലാണ്ടൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കും. എന്നിട്ട് കുടുകുടേ ചിരിക്കും. അമ്പഴമരത്തിന് സ്വതവേ ഉറപ്പില്ല. മരത്തിന്റെ ഒത്ത മുകളിലാണ് അവന്റെ ഇരിപ്പ്. അമ്മയുടെ മനസ്സിൽ പരിഭ്രമം തിരയടിച്ചുയരും, ഒപ്പം എന്തെന്നില്ലാത്ത ദേഷ്യവും. അമ്മയുടെ ശുണ്ഠി കാണുമ്പോൾ കൊച്ചു നീലാണ്ടൻ ചിരിക്കും. അവൻ അങ്ങനെയാണ്. ആരും ദേഷ്യപ്പെടുന്നത് അവൻ ഇഷ്ടമല്ല. അവസാനം അമ്മ അപേക്ഷിക്കും, മോനെ, എന്റെ കൊച്ചു നീലാണ്ടാ, താഴെ ഇറങ്ങ്. അമ്മയുടെ കണ്ണിലെ സങ്കടഭാവം കാണുമ്പോൾ അവൻ താഴെ ഇറങ്ങും.
കൊച്ചു നീലാണ്ടന് വയസ്സ് 8 4ാം ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നത്. അവന്റെ അച്ഛൻ പട്ടാളത്തിലാണ്. പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയ കാലത്ത് എനിക്കേറെ ഇഷ്ടപ്പെട്ട കൊച്ചു നീലാണ്ടൻ എന്ന നോവൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഒരുപാട് പുസ്തകങ്ങൾ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള പി നരേന്ദ്രനാഥാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചു നീലാണ്ടനെ പോലെ പി നരേന്ദ്രനാഥും എനിക്ക് പ്രിയപ്പെട്ട എഴുത്തുകാരനായി. കൊച്ചു നീലാണ്ടൻ ഒരു വികൃതി കുട്ടിയാണ്. അവന്റെ കുസൃതി ചിന്തകൾ ചിലപ്പോഴൊക്കെ നമ്മെ ചിരിപ്പിക്കുകയും ചിലപ്പോഴൊക്കെ വേദനിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഈ പുസ്തകത്തിൽ കൊച്ചു നീലാണ്ടന്റെ കുസൃതികളാണ് ഓരോ അധ്യായങ്ങളിലായി അവതരിപ്പിച്ചിരിക്കുന്നത്. ചിലതൊക്കെ നമ്മൾ ഇപ്പോഴും ചെയ്യുന്ന കുസൃതികളുമായി സാദൃശ്യം തോന്നാറുണ്ട് എനിക്ക്. അവന്റെ അച്ഛന് ഒരമ്മാവനുണ്ട്. അച്ഛന്റെ അമ്മാവൻ എന്നാണ് അവൻ അദ്ദേഹത്തെ വിളിക്കാറ്. അദ്ദേഹമാണ് അവന്റെ അച്ഛനെ വളർത്തുകയും പട്ടാളത്തിലേക്ക് അയക്കുകയും ഒക്കെ ചെയ്തത്. തീറ്റ കൊതിയനാണ് അമ്മാവൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അമ്മാവന്റെ കൊതി അവസാനിപ്പിക്കാൻ കൊച്ചു നീലാണ്ടൻ തീരുമാനിച്ചു. അച്ഛന്റെ അലമാരയിൽ നിന്ന് വയറിളക്കാനുള്ള പൊടിയെടുത്ത് അതിൽ പഞ്ചസാര കലർത്തി അമ്മാവന് കൊടുത്തു. ഇതെന്താടാ എന്ന് ചോദിച്ചപ്പോ മിഠായി പൊടിയാണെന്ന് ഉത്തരം പറഞ്ഞു. മുഴുവനോടെ അയാളത് വായിലേക്കിട്ടു. ഇതെന്തൊരു മിഠായി പൊടിയാണടാ, ഒരു സ്വാദുമില്ല. അദ്ദേഹം അഭിപ്രായം പാസാക്കി. മണിക്കൂർ 1 കഴിഞ്ഞില്ല, അച്ഛന്റെ അമ്മാവൻ ആവലാതിപ്പെടാൻ തുടങ്ങി. ഹാവൂ, എന്റെ വയറ്റിനൊരസുഖം, വല്ലാത്ത അസുഖം. എന്താ? കൊച്ചു നീലാണ്ടന്റെ അച്ഛൻ അന്വേഷിച്ചു. എന്തോ ഒരു പന്തികേട്. അദ്ദേഹം മറപ്പുരയിലേക്ക് ഓടി. തിരിച്ചു വരുമ്പോൾ പാവം വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. വയറിളക്കം, വയറിളക്കം, അദ്ദേഹം ആവലാതിപ്പെട്ടു. വീണ്ടും മറപ്പുരയിലേക്ക് ഓടി. അങ്ങനെ തുടർച്ചയായി 5-6 പ്രാവശ്യം. തളർന്ന അവശനായി അച്ഛന്റെ അമ്മാവൻ കട്ടിലിൽ ചെന്ന് കിടന്നു. കൊച്ചു നീലാണ്ടന്റെ അച്ഛൻ ഡോക്ടറെ വിളിക്കാൻ പുറപ്പെട്ടു. കൊച്ചു നീലാണ്ടന് പരിഭ്രമമായി. ഇത്രത്തോളം ചെന്നെത്തുമെന്ന് അവൻ കരുതിയിരുന്നില്ല. അച്ഛന്റെ അമ്മാവന്റെ മുഖത്തേക്ക് അവൻ നോക്കി. അദ്ദേഹത്തിന്റെ കൺപോളകൾ പാതിയടഞ്ഞിരുന്നു. അച്ഛന്റെ അമ്മാവൻ മരിക്കുകയാണോ? അവന്റെ ഹൃദയം വല്ലാതെ മിടിച്ചു. മുഖത്ത് വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. അച്ഛന്റെ പുറകെ അവൻ ഓടി. അച്ഛൻ വേഗത്തിൽ നടക്കുകയാണ് ഡോക്ടറുടെ വീട്ടിലേക്ക്. അച്ഛാ, അവൻ ഉറക്കെ വിളിച്ചു. അച്ഛൻ നിന്നു. എന്താ പറ്റിയത്? അച്ഛൻ പരിഭ്രമത്തോടെ അന്വേഷിച്ചു. നടന്നതെല്ലാം അവൻ ഒരൊറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. അച്ഛൻ മൂക്കത്ത് വിരൽ വെച്ചു. അദ്ദേഹം വീട്ടിലേക്ക് തന്നെ തിരിച്ചു നടന്നു. അമ്മാവന് മരുന്ന് നൽകുകയും ചെയ്തു. ഈ പ്രശ്നത്തെ തുടർന്ന് അച്ഛൻ നീലാണ്ടനെ തല്ലാൻ തുടങ്ങിയപ്പോൾ തടഞ്ഞതും അച്ഛന്റെ അമ്മാവൻ തന്നെ. അന്നു മുതൽ അവർ സുഹൃത്തുക്കളായി. അച്ഛന്റെ കൊമ്പൻ മീശ കൊച്ചു നീലാണ്ടൻ ഒട്ടും ഇഷ്ടമല്ല. ഉറങ്ങിക്കിടക്കുന്ന അച്ഛന്റെ കൊമ്പൻ മീശ വെട്ടാനും ശ്രമിച്ചിട്ടുണ്ട് കൊച്ചു നീലാണ്ടൻ. ഇതിന് കൂട്ടുനിന്നതാകട്ടെ അച്ഛന്റെ അമ്മാവനും. ഇങ്ങനെ പോകുന്നു കൊച്ചു നീലാണ്ടന്റെ വികൃതികൾ. അങ്ങനെ അച്ഛൻ 3 മാസത്തെ ലീവിന് ശേഷം തിരിച്ചു പോയപ്പോൾ അവന് വിഷമമായിരുന്നു. ലീവ് കഴിഞ്ഞു തിരിച്ചു പോയ അച്ഛന്റെ കത്ത് നാട്ടിലേക്ക് പിന്നീട് വന്നില്ല. എല്ലാവരും വിഷമത്തോടെ കാത്തിരുന്നു. അങ്ങനെയിരിക്കെ വീട്ടുമുറ്റത്ത് ഒരു ദിവസം യുദ്ധത്തിൽ ഒരു കാൽ നഷ്ടപ്പെട്ടു പോയ അച്ഛൻ തിരിച്ചെത്തി. ആ രംഗങ്ങളൊക്കെ വളരെ തന്മയത്വത്തോടെയാണ് കഥാകാരൻ അവതരിപ്പിച്ചിരിക്കുന്നത്. യുദ്ധത്തിൽ എങ്ങനെയാണ് കാൽ നഷ്ടപ്പെട്ടതെന്നൊക്കെ വായിക്കുന്ന ഭാഗം ഏതൊരു വായനക്കാരനെയും കരയിക്കും. കൊച്ചു നീലാണ്ടൻ കുട്ടിയാണെങ്കിലും അവന്റെ മനസ്സ് പിന്നീട് ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ പക്വതയാർജിക്കുന്നതാണ് നോവലിന്റെ അവസാനം. താനിനി വികൃതി കാണിക്കില്ലെന്നും നന്നായി പഠിച്ച് ജോലി വാങ്ങി അച്ഛനെയും അമ്മയെയും അച്ഛന്റെ അമ്മാവനെയും നോക്കുമെന്നും പറയുന്നിടത്ത് ഈ നോവൽ അവസാനിക്കുന്നു. ഈ പുസ്തകം എനിക്ക് വളരെയധികം ഹൃദയസ്പർശിയായി തോന്നിയ ഒരു പുസ്തകമാണ്. വായന തുടങ്ങിയവർക്കും വായന ആദ്യമായി തുടങ്ങുന്നവർക്കും വേറിട്ടൊരു വായനാനുഭവം പി നരേന്ദ്രനാഥിന്റെ കൊച്ചു നീലാണ്ടൻ എന്ന നോവൽ സമ്മാനിക്കുമെന്നതിൽ തർക്കമില്ല. ജീവിതമാണ് വായന, വായനയാണ് ജീവിതം എന്നോർമ്മിപ്പിച്ചുകൊണ്ട് മൊബൈൽ സ്ക്രീനുകൾ നമ്മുടെ കണ്ണുകളെയും മനസ്സിനെയും കവർന്നെടുക്കുന്നതിനു മുൻപ് നമുക്ക് വായനയെ ലഹരിയാക്കാം. എല്ലാ കൂട്ടുകാർക്കും നല്ല വായനയുടെ നല്ല നിമിഷങ്ങൾ ആശംസിക്കുന്നു. നന്ദി.
അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂൺ 27-ന് ഹിന്ദി ഉറുദു സാഹിത്യത്തിലെ വേറിട്ട പ്രതിഭയായ പ്രേംചന്ദിൻ്റെ ഗബൻ എന്ന കൃതിയെ മികച്ച വായനക്കാരിയും ദ്വാരക നവചിന്ത വായനശാല പ്രവർത്തകയുമായ മീര പ്രകാശ് അവതരിപ്പിക്കുന്നു. അക്ഷരങ്ങളിൽ എന്റെ നാട് ഏഴാമതൂഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 7ാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പം എത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ പി.കെ.